ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മനീഷാണെങ്കിൽ മഹേഷിനെ അടിച്ചിട്ടിട്ട് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ നല്ല ടയർഡായിട്ട് അവിടെ വീണ് അവനിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ് വെള്ളം വെള്ളം വെള്ളം. പക്ഷേ അവിടെ ആരും കൊണ്ടുതരാനില്ലെന്ന് അവന് തന്നെ നന്നായിട്ട് അറിയായിരുന്നു. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോയാലേ റോഡ് എത്തുള്ളൂ എന്നുള്ളത് അവന് മനസ്സിലാവുകയാണ്. അങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് അവൻ തന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുവാണ്. പക്ഷേ ഒരുപാട് ദൂരമൊന്നും മുന്നോട്ട് പോകാൻ മനീഷിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ദിവസം പട്ടിണി കിടന്നതും വെള്ളം കുടിക്കാത്തതും ഒക്കെ ആയതുകൊണ്ട് തന്നെ മനീഷ് വെള്ളം വെള്ളം എന്നൊക്കെ പറഞ്ഞ് അവിടെ കുഴഞ്ഞ് വീണു പോവുകയാണ്. ഒരു ഭാഗത്ത് മനീഷ് ബോധം കെട്ട് കിടക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് മഹേഷും ബോധം കെട്ട് കിടക്കുകയാണ്. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ കല്യാണത്തിനുള്ള ഓരോരോ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പൂജാരി പെണ്ണിൻ്റെ അമ്മയോടും അച്ഛനോടും വന്നിരിക്കാൻ പറയാണ്. സിദ്ധാർത്ഥ് ചെയ്തതുപോലെ തന്നെ ചന്ദ്രികയും മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും കാലുകൾ കഴുകി കൊടുക്കുകയും അതിനുശേഷം പാലിൻ്റെ വെള്ളം ഒഴിക്കുകയും പിന്നീട് മഞ്ഞളും കുങ്കുമവും ഒക്കെ കാലിന് തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാലുകൾക്ക് മേലെ പൂവിട്ടതിന് ശേഷം രണ്ടുപേരോടും അവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറയാണ്. സിദ്ധുവും ചന്ദ്രികയും ചേർന്നിട്ടാണ് രണ്ടുപേരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നത്. അതിനുശേഷമാണ് പൂജാരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഹൂർത്തത്തിനൊടുക്കാനുള്ള പുടവ ചന്ദ്രികയ്ക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ലക്ഷ്മിയോട് പറയുന്നത്. അപ്പോൾ ലക്ഷ്മി അത് വാങ്ങിയിട്ട് ചന്ദ്രികയ്ക്ക് കൊടുക്കുകയാണ്. ഇനി അത് മാറ്റി ഉടുത്തിട്ട് വരണം. അതുപോലെ സിദ്ധാർത്ഥിനും മാറ്റാനുള്ള ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അവനത് വാങ്ങിയിട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കുവാണ്. സിദ്ധു ആണെങ്കിൽ ചന്ദ്രികയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല. അപ്പോൾ ആകാശ് അവനെ കളിയാക്കുന്നുണ്ട്. അളിയാ, ചന്ദ്രികയെ പിന്നീട് നോക്കി ആസ്വദിക്കാം, ഇപ്പം വന്ന് ഡ്രസ്സ് മാറ്റ്. അത് കേട്ട് സിദ്ധു ചമ്മിയിട്ട് അവനോട് വായ്മൂടി കാണിക്കുകയാണ്, പറയല്ലേന്ന്. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും കൂടി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ശരവണൻ മേഘയും കാത്തു നിൽക്കുകയാണ്. ഒരുപാട് സമയമായിട്ട് മേഘ വരുന്നില്ല. അയാളിങ്ങനെ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മേഘ ഓടിക്കതച്ച് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, അച്ഛാ അച്ഛാ നമ്മൾ ചെയ്തതൊക്കെ വെറുതെ ആയി, നമ്മളെ പ്ലാനിങ് ഒക്കെ വെറുതെ ആണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ പെട്ടെന്ന് വരാൻ പറഞ്ഞത്, എന്താ പറ്റിയത്, എന്തൊക്കെയാ മേഘ നീ പറയുന്നത്? ക്ഷേത്രത്തിൽ വെച്ചിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ഇന്ന് സിദ്ധുവിനും ചന്ദ്രികയുടെയും കല്യാണം നടത്താൻ പോവാണ് അച്ഛവര്. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ശരവണനും ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് മുടക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. പോലീസിൽ പോയി പറഞ്ഞാലും അവരുടെ എതിരെ ഒരു തെളിവും ഇല്ലാതെ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയാണ് അച്ഛാ. ഈ കല്യാണം നമ്മൾ എങ്ങനെയെങ്കിലും മുടക്കണം അച്ഛാ, എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. മേഘ ആകെ പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ആദ്യം കേട്ടപ്പോൾ ശരവണൻ ഒന്ന് ഷോക്കായെങ്കിലും അയാൾ മേഘയെ ആശ്വസിപ്പിക്കുകയാണ്. മേഘ, നീ ടെൻഷനാവാതെ മോളെ, ഈ കല്യാണം എങ്ങനെയാ മുടക്കുക എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, വാ നീ എൻ്റെ കൂടെ. അവർ രണ്ടുപേരും അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അതേസമയം മനീഷ് ഒരുപാട് നേരം ബോധം കെട്ടിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് വെയിൽ തട്ടുന്ന സമയത്ത് അവൻ മെല്ലെ കണ്ണ് തുറന്ന് നോക്കുവാണ്. എങ്ങനെയോ വയ്യാതെ അവൻ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ മഹേഷിനും ചെറുതായിട്ട് ബോധം വന്നുകൊണ്ടിരിക്കുകയാണ്. അവനും ചുറ്റിലും നോക്കിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റിട്ട് ചുറ്റിലുള്ള ഭാഗത്തൊക്കെ നോക്കുകയാണ് മനീഷ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ അവന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ രക്ഷപ്പെട്ടു പോയല്ലോ. ഡാ മനീഷ്, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞിട്ട് വേഗം ചാടി എഴുന്നേൽക്കുകയാണ്. പക്ഷെ അതേസമയം മനീഷ് അവിടെ ഇരുന്നിടത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തോ ഭാഗ്യത്തിന് മഹേഷിൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മേഘയുടെ അടുത്ത് പോയിട്ട് സത്യങ്ങളൊക്കെ അവളോട് പറയണം. ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടക്കണം. പക്ഷേ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ ധൃതി പിടിച്ചിട്ട് മനീഷിനൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പയ്യെയാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം മഹേഷ് ആണെങ്കിൽ അവനെ തപ്പിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. മനീഷ് മനീഷ് എന്നും വിളിച്ചുകൊണ്ട് കയ്യിൽ വലിയൊരു വടിയെടുത്തിട്ടാണ് നടക്കുന്നത്. രണ്ടുപേരും ഇപ്പോഴും ആ കാട്ടിനകത്ത് തന്നെയാണ് ഉള്ളത്. അവരിങ്ങനെ പരസ്പരം ഒരാളെ കാണാതെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ശരവണനും മേഘയും വന്നിട്ടുണ്ടായിരുന്നത് വനിതാ കമ്മീഷൻ ഓഫീസിലായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം മേഘ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മേഘ എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ റിസപ്ഷനുള്ള പെൺകുട്ടി അകത്തേക്ക് പോയിട്ട് മാഡത്തിൻ്റെ സമ്മതം വാങ്ങിക്കുകയാണ്. അവർ രണ്ടുപേരും അകത്തേക്ക് പോയിട്ടുണ്ട്. പറയൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? മാഡം, ഇത് മേഘ, എൻ്റെ മകളാണ്. ഇവളുടെ പ്രശ്നം മുൻപ് തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവർ മേഘയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ പ്രശ്നം? ആ സിദ്ധു എൻ്റെ മകളെ ഗർഭിണിയാക്കിയിട്ട് ഇപ്പോൾ ചന്ദ്രിക എന്ന പേരുള്ള മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മേഘയെ നോക്കുന്ന സമയത്ത് മേഘ പാവത്തിനെ പോലെ ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തെളിവില്ലാതെ അവരൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വനിതാ കമ്മീഷൻ്റെ ആ മാഡവും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയും പരസ്പരം നോക്കുകയാണ്. ശരവണൻ പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കാൻ പാടില്ല മാഡം, നിങ്ങളെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. ഈ കല്യാണം എവിടെ വെച്ചാണ് നടക്കുന്നത്? അവർ ചോദിക്കുകയാണ്. അപ്പോൾ പൊന്നിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചാണ്. ശരവണൻ പറയുന്നുണ്ട്,
അപ്പോൾ അവർ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മറ്റൊരു സ്ത്രീയെ വിളിക്കുകയാണ്. പറയൂ മാഡം, നിങ്ങൾ എത്രയും പെട്ടെന്ന് പൊന്നിയമ്മൻ ക്ഷേത്രത്തിലേക്ക് വരണം. റേപ്പിംഗ് കേസിലെ ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് തടഞ്ഞു നിർത്തണം. ശരി മാഡം, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം, ആ സ്ത്രീയും പറയുകയാണ്. ശരവണൻ മേഘയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയത്ത്. വിഷമിക്കാതിരിക്കും മോളെ, എന്തെങ്കിലും പരിഹാരം കിട്ടുന്നൊക്കെ. അപ്പോൾ കോള് കട്ട് ചെയ്തതിന് ശേഷം ആ സ്ത്രീ മേഘയോടും ശരവണനോടുമായിട്ട് പറയുകയാണ്, ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പൊന്നിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മളെ ഒഴിവാക്കിയിട്ട് അവർ ഈ കല്യാണം നടത്തുക എന്ന് നമുക്ക് കാണാം. ഒരുപാട് നന്ദിയുണ്ട് മാഡം. അങ്ങനെ അവർ 4 പേരും ചേർന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി. അതേസമയം മനീഷ് ആ കാട്ടിൽ നിന്നും പുറത്ത് കടന്നിട്ടുണ്ടായിരുന്നു. അവനൊരു ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവൻ ആകെ ടയേർഡാണ്. ആ ഓട്ടോക്കാരനോട് അവൻ കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടി. അയാൾ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് വെള്ളം കൊടുക്കുന്നത്. അവൻ ആകെ ടയേർഡാണെന്ന് അയാൾക്ക് മനസ്സിലാണ്ട്. ആ വെള്ളം കുടിച്ചതും മനീഷ് ആ ഓട്ടോയിൽ തലവെച്ച് ചേർന്ന് കിടക്കുകയാണ്. തൊട്ട് പിന്നിലായിട്ട് മറ്റൊരു ബൈക്കിൽ അവനെ തെരഞ്ഞുകൊണ്ട് മഹേഷും ഉണ്ടായിരുന്നു. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. പുടവയൊക്കെ മാറ്റിയെടുത്ത് ചന്ദ്രികയും അതുപോലെ സിദ്ധാർത്ഥ വേഷം മാറ്റിയിട്ടൊക്കെ വന്ന് അവർ കല്യാണ പന്തലിൽ മണ്ഡപത്തിൽ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് മനീഷ് ഓട്ടോയിൽ ഇരുന്നിട്ട് ആ ഓട്ടോക്കാരൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ നിങ്ങളുടെ ഫോണൊന്ന് തരാമോ, അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം മേഘയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവളെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോക്കാരൻ ചേട്ടൻ്റെ നമ്പറിൽ നിന്ന് മേഘയെ വിളിക്കുകയാണ്. മേഘയാണെങ്കിൽ മറ്റൊരു ഓട്ടോയിലാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി. ആ സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ എടുത്തു നോക്കുന്നുണ്ട്. ഇതാരതാ പുതിയ നമ്പർ? ഇത് തീർച്ചയായിട്ടും മനീഷ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്യാണ്. മനീഷ് വീണ്ടും വിളിക്കുന്നുണ്ട്. പക്ഷെ മേഘയ്ക്ക് ഉറപ്പായിരുന്നു അത് മനീഷ് തന്നെ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മേഘ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനീഷ് വിചാരിക്കുന്നുണ്ട്, ഇതെന്താ ഇവളിങ്ങനെ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സിദ്ധു സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിൻ്റെ ഫോണിലേക്കാണ് പിന്നീട് വിളിക്കുന്നത്. പക്ഷേ സിദ്ധാർത്ഥാണെങ്കിൽ മണ്ഡപത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെയുള്ളൊരു ഓരോ ബഹളത്തിലും ഒച്ചപ്പാടിലൊക്കെ സിദ്ധാർത്ഥ് ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നില്ല. ആകാശിൻ്റെ കയ്യിലാണ് സിദ്ധുവിൻ്റെ ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആകാശിന് തോന്നിയിട്ട് അവൻ പറയുന്നുണ്ട്, അളിയൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയാത്ത നമ്പറാണല്ലോ. സിദ്ധു എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹലോ, ആരാ? സിദ്ധു സർ, ഞാൻ മനീഷാണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും സിദ്ധുവിന് കേൾക്കുന്നുണ്ടായിരുന്നില്ല, അവിടുത്തെ നാദസ്വരവും ശബ്ദങ്ങളും ഒക്കെ കാരണം. സിദ്ധു സർ, ഞാൻ മനീഷാണ് സംസാരിക്കുന്നത്. മനീഷ് എത്ര തവണ പറഞ്ഞിട്ടും സിദ്ധുവിന് അവൻ്റെ സംസാരം കേൾക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കോൾ കട്ട് ചെയ്യാണ്. ഹലോ ഹലോ. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, സിദ്ധു ഇപ്പോൾ ഫോണിൽ സംസാരിക്കേണ്ട സമയമാണോ, അതങ്ങ് വെച്ചേക്ക് നീ. ശരി അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഫോണ് ആകാശിനെ ഏൽപ്പിക്കുകയാണ്. ആകാശിൻ്റെ കൈ കൊടുത്തപ്പോൾ വീണ്ടും മനീഷ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അളിയ വീണ്ടും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വീണ്ടും കൊടുക്കുകയാണ്. പക്ഷേ സിദ്ധു വീണ്ടും സംസാരിക്കുകയാണെങ്കിലും ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധു, ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? അറിയില്ല അങ്കിൾ, നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. മതി, ഈ സമയത്ത് സംസാരിക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ കോളേജിൽ സംസാരിക്കേണ്ട സമയമല്ല, നീ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആകാശിനെ ഏൽപ്പിക്ക്. മഹേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് മനീഷ് പിന്നീട് വിളിക്കുന്ന സമയത്ത് സിദ്ധുവിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. സിദ്ധു സാറ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയല്ലോ, ഇനി എന്താ ചെയ്യാന്ന് മനസ്സിലാവുന്നില്ല. മനീഷ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഓട്ടോ 2 ഭാഗത്തേക്ക് റോഡിലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഓട്ടോ ഇടത് ഭാഗത്തേക്കാണ് തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അതിന് പിന്നിലായിട്ട് ഒരു വലിയ ചരക്ക് ലോറി ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലായിട്ടാണ് മഹേഷ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഹേഷിൻ്റെ വണ്ടി അവിടെ എത്തിയ സമയത്ത് അവന് മനസ്സിലായില്ല മനീഷ് സഞ്ചരിച്ച ഓട്ടോ എങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ട് അവൻ വലത്തെ ഭാഗത്തേക്കാണ് ഓടിക്കുന്നത്. പക്ഷേ മനീഷിൻ്റെ ഓട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇടത് ഭാഗത്തേക്കായിരുന്നു. ആ സമയത്ത് മനീഷ് ചിന്തിക്കുന്നുണ്ട്, ഇനി തൽക്കാലം ചന്ദ്രികയെ വിളിച്ചു നോക്കാം. ചന്ദ്രികയുടെ ഫോൺ അടിഞ്ഞപ്പോൾ ലക്ഷ്മി അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. ചന്ദ്രിക, നിന്റെ ഫോണ്. ചന്ദ്രികയും വാങ്ങിയിട്ട് ചെവിയിൽ വെക്കുന്നുണ്ടായിരുന്നു. ഹലോ, ആരാ? പക്ഷേ നാദസ്വരത്തിൻ്റെ ശബ്ദം കാരണം ചന്ദ്രികയ്ക്കും മനീഷ് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനീഷാണ് സംസാരിക്കുന്നത്. ചന്ദ്രിക, ഞാൻ മനീഷാണ് എന്നൊക്കെ ഒരുപാട് തവണ പറഞ്ഞെങ്കിലും ചന്ദ്രികയ്ക്ക് മനസ്സിലാവില്ല. എനിക്ക് കേൾക്കുന്നില്ല. മനീഷ് ഒരുപാട് തവണ പറഞ്ഞു നോക്കിയെങ്കിലും ചന്ദ്രയ്ക്ക് കേൾക്കുന്നില്ല. അവൾ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് ശബ്ദമുണ്ട്, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ലക്ഷ്മി പറയാണ്, ചന്ദ്രിക മതി, ഫോൺ ഇങ്ങോട്ട് താ, ആരായാലും പിന്നീട് സംസാരിക്കാം. അവളുടെ ഫോണും അവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. മനീഷ് പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മനീഷ് ഡ്രൈവറോട് പറയുന്നുണ്ട്, ഏട്ടാ ഒന്ന് സ്പീഡിൽ പോവാമോ? അവൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നത് പോലെ തോന്നുവാണ്. ഓരോ ഭാഗത്തും ഓരോരുത്തർ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹേഷ് ആണെങ്കിൽ മനീഷ് പോയ ഭാഗത്തേക്ക് അവനെ അന്വേഷിച്ചുകൊണ്ട് ബൈക്കിൽ പോകുന്നുണ്ട്. മനീഷ് ആണെങ്കിൽ ചന്ദ്രികയുടെ സിദ്ധാർത്ഥിനെയും കല്യാണം നടക്കണം എന്നുള്ള നിർബന്ധം കാരണം അവരോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവുകയാണ്. മേഘയും വനിതാ കമ്മീഷൻ ആൾക്കാരും കൂടിയിട്ട് പൊന്നിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കല്യാണം മുടക്കാൻ വേണ്ടി.
ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് തന്നെ മേഘ റിപ്പോർട്ടർ ചാനലിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ ഒരു പെണ്ണിനെ കണക്ട് ചെയ്യാണ്. എന്നിട്ട് മേഘയാണ് സംസാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പൊന്നിയമ്മൻ ക്ഷേത്രത്തിൽ എത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ചന്ദ്രിക സിദ്ധാർത്ഥും ചേർന്ന് കല്യാണം നടത്തുകയാണ്, ആരും അറിയാതെ എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതെ, ഞാൻ വനിതാ കമ്മീഷൻ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങളും ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരാം. വേഗം തന്നെ കോള് കട്ട് ചെയ്തിട്ട് മറ്റുള്ള ചാനലിലേക്കും മീഡിയാസിനെയൊക്കെ വിളിച്ച് വിവരം അറിയിക്കൂ. അതുപ്രകാരം മേഘ എല്ലാ മീഡിയാസിലേക്കും വിളിച്ചിട്ട് പൊന്നിയമ്മൻ ക്ഷേത്രത്തിലേക്ക് വരാൻ പറയുകയാണ്. എന്നിട്ട് ഓട്ടോക്കാരനോട് പറയുന്നുണ്ട്, ഏട്ടാ ഒന്ന് പെട്ടെന്ന് പോയേട്ടാ. ശേഷം ശരവണനോട് പറയുന്നുണ്ട്, ഞാൻ എല്ലാ മീഡിയാസിനെയും വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പൊന്നിയമ്മൻ ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. മേഘ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. നീ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ അവിടെ കല്യാണം നടന്നിട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ഗുണ്ടകളെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോയ കാര്യം നടന്നില്ലെങ്കിലും ആ ഗുണ്ടകൾ ചേർന്നിട്ട് ആ കല്യാണം അവിടെ മുടക്കിക്കോളും. ശരി അച്ഛാ എന്ന് മേഘ പറഞ്ഞെങ്കിലും അവളുടെ മുഖത്ത് നല്ല വെപ്രാളുണ്ടായിരുന്നു. അവൾ അവിടെ എത്തുമ്പോഴേക്കും സിദ്ധാർത്ഥ ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് വിചാരിച്ചിട്ട്. ക്ഷേത്രത്തിൽ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭംഗിയായിട്ട്. ആ സമയത്ത് മലർ അവളുടെ കയ്യിലൊരു കുഞ്ഞു ഗിഫ്റ്റുമായിട്ട് രണ്ടുപേരുടെ അടുത്തേക്ക് പോയിട്ട് വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവർ തന്നെ ശരിക്കും അതിശയിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും അത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മലർ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഈ ഗിഫ്റ്റ് തുറന്നു നോക്കണം. താങ്ക് യുടെ മോളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, മലർക്കുട്ടി നീ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അങ്ങനെയുള്ള നീ ഞങ്ങൾക്ക് വേറെ ഗിഫ്റ്റ് തരണോ? നീ തന്ന ഈ ഗിഫ്റ്റ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഓർമ്മയുണ്ടാവും. വാ മടിയിലിരിക്കെ എന്ന് പറഞ്ഞിട്ട് മലറിനെ പിടിച്ച് മടിയിലിരുത്തുവാണ്. അതിനുശേഷമാണ് പൂജാരി പറഞ്ഞ കാര്യങ്ങളൊക്കെ സിദ്ധു ചെയ്യുന്നത്. ചന്ദ്രികയാണെങ്കിൽ അത് നോക്കി നിൽക്കുകയാണ്. കാരണം അവളുടെ കുഞ്ഞിനെ മടിയിലിരുത്തിക്കൊണ്ടാണ് സിദ്ധാർത്ഥ് ഓരോരോ ചടങ്ങുകൾ ചെയ്യുന്നത്. സിദ്ധാർത്ഥും ചന്ദ്രികയും മലരും ചേർന്നിട്ടാണ് ഓരോരോ ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ റോഡിൽ മുഴുവൻ ഓരോരുത്തരും ക്ഷേത്രത്തിലേക്ക് വരാനുള്ള ധൃതിയിലാണുള്ളത്. മനീഷ് ഒരു ഭാഗത്ത്, മഹേഷ് ഒരു ഭാഗത്ത്, മേഘ, വനിതാ കമ്മീഷൻ, മീഡിയാസ് ഒക്കെ കല്യാണം മുടക്കാൻ വേണ്ടി വരുന്ന ഓരോരോ ആൾക്കാരാണ്. ആ സമയത്ത് പൂജാരി മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടതിന് ശേഷം കുറച്ച് പൂവുള്ള ആ ഒരു താല എടുത്തിട്ട് ഒരു പെണ്ണോട് പറയാണ് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ വാസുവിനോട് പറയുന്നുണ്ട്, സുബ്രഹ്മണ്യ സ്വാമികളുടെ അടുത്ത് പോയിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായോ എന്ന് അന്വേഷിക്കാം. അതൊക്കെ ഞാൻ തന്നെ പോയിട്ട് അന്വേഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വാസു മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ് ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. താലികെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതാണ്. അപ്പോൾ വാസു അത് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം താലി എടുത്തിട്ട് പൂജാരി ലക്ഷ്മിയെ ഏൽപ്പിക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ അടുത്തു നിന്നും അത് താലി തൊട്ടിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലര് വേഗം സിദ്ധാർത്ഥിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാനും കൂടെ താലി ആശീർവാദം വാങ്ങിക്കുന്ന ആ ഒരു ചടങ്ങിന് വന്നോട്ടെ എന്ന്. അപ്പോൾ ലക്ഷ്മി മലറിനോട് പറയാണ്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും സ്വന്തം അമ്മയുടെ താലി അനുഗ്രഹിക്കാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് അതിന് കൂടെ പോകുന്ന ഒരു മോള്. മലര് സന്തോഷത്തോടു കൂടിയാണ് ചന്ദ്രികയുടെ താലി അനുഗ്രഹിക്കുന്ന ആ ഒരു ചടങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിയുടെ കൂടെ. സിദ്ധുവും ചന്ദ്രികയും അത് നോക്കി സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ചന്ദ്രികയുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്നേഹമുള്ള മകളെ കിട്ടാനും ഇതുപോലെ ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കാനും ഞാൻ എന്തുമാത്രം പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ലക്ഷ്മിയും മലരും ചേർന്ന് താലി ആശീർവദിക്കുന്നത് നോക്കി നിന്നിട്ട് മുത്തശ്ശൻ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് എത്രമാത്രം സന്തോഷം ഉണ്ടെന്നറിയോ? ഒരമ്മയുടെ കല്യാണത്തിന് സ്വന്തം മകള് തന്നെ താലി എടുത്തു കൊണ്ടുപോയി എല്ലാവരുടെ അടുത്തു നിന്നും ആശീർവാദം വാങ്ങിക്കുക. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാന നിമിഷമായിട്ടുള്ള താലി കെട്ടാൻ വേണ്ടിയുള്ള ആ ഒരു അവസരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൃത്യമായിട്ട് മേഘയും ശരവണനും അതുപോലെ വനിതാ കമ്മീഷൻ ഓഫീസേഴ്സും പിന്നെ മീഡിയാസും ഒക്കെ ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അകത്ത് നിൽക്കുന്ന ആർക്കും തന്നെ ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ ഓഫീസേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്ന സ്ത്രീകളും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശരവണൻ അവരെ കൂട്ടിക്കൊണ്ട് പോകാൻ നേരത്ത് മേഘ വനിതാ കമ്മീഷൻ ഓഫീസറോട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം മീഡിയാസും ഒക്കെ എത്തിയിട്ടുണ്ട്, ഇവരെല്ലാവരും നമുക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ വനിതാ കമ്മീഷൻ ഓഫീസർ പറയാണ്, അത് നല്ലത് തന്നെയാണ്. സിദ്ധുവിനെ പോലെ ചതിച്ചിട്ട് ഇങ്ങനെ വേറെ കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് ഇതുപോലൊരു പണി തന്നെയാണ് കൊടുക്കേണ്ടത്. സിദ്ധു ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടില്ല. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ സഹായിക്കണം. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മേഘ. സിദ്ധാർത്ഥ് ഞങ്ങളെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പോഴേക്കും കുറച്ച് സ്ത്രീകളെ ശരവണൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവരെല്ലാവരും ചേർന്ന് സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടരുത് എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ഇവർ പറയുന്നതൊന്നും മഹേന്ദ്രൻ കുടുംബത്തിലുള്ള ആരും കേൾക്കില്ല. പക്ഷേ നിങ്ങളപ്പോൾ കയറി പറയണം ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന്.
നിങ്ങൾ സാധാരണക്കാരായ വീട്ടമ്മമാർ സംസാരിക്കുമ്പോൾ പിന്നെ അവിടെ കൂടി നിന്ന ആൾക്കാർക്കും ഒന്നും മഹേന്ദ്രൻ കുടുംബത്തെ ഇതാക്കി അനുകൂലിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ മേഘയ്ക്കൊപ്പമാണ് ന്യായമെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സിദ്ധാർത്ഥിൻ്റെതാണെന്നും അതുകൊണ്ട് സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടരുതെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വിവാഹം ഇപ്പോൾ നമുക്ക് മുടക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടും എന്നൊക്കെ ആ സ്ത്രീകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. അവരാണെങ്കിൽ ശരവണൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും ചേർന്ന് ക്ഷേത്രത്തിനകത്തേക്ക് പോയിട്ട് കല്യാണം മുടക്കാനുള്ള ആ ഒരു ഒരുക്കത്തിലാണ്. എന്നാൽ അകത്ത് നിൽക്കുന്ന ആരും തന്നെ പുറത്ത് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. അവിടെയായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.